നമസ്കാരം. ഭഗവാനുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ചില സന്തോഷകരമായ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ ഉടനെ സംഭവിക്കണം എന്ന് ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. അപ്രതീക്ഷിതമായി ചില സന്തോഷകരമായ വാർത്തകൾ ഒരു പക്ഷേ നിങ്ങൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നതായ അവസരത്തിൽ തന്നെ ആ സന്ദേശങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. അല്ലെങ്കിൽ വരും ദിവസങ്ങളിലാണ് എങ്കിലും ആ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ അധ്യായത്തിൽ നിന്നും നിങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോവുക. ഏവരും ഭഗവാന്റെ നാമങ്ങൾ ഭക്തിപൂർവം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വന്ദിക്കൂ. ജീവിതത്തിൽ ഒരു കപടത ഇല്ലാത്ത വ്യക്തികളാണ് എന്ന് നിങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. ആരെയും പറ്റിക്കണം എന്നൊരു ആഗ്രഹം നിങ്ങൾക്കില്ല. നിങ്ങളുടെ ജീവിതത്തിൽ അത്തരത്തിൽ സത്യസന്ധത പുലർത്തുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങൾക്ക് മറച്ചു വയ്ക്കാൻ കാര്യങ്ങളില്ല എന്നതും വാസ്തവമാണ്. അതായത് ചില വിഷമങ്ങൾ നിങ്ങൾ മറച്ചു വെച്ചു എന്ന് വരാം. എന്നാൽ മറ്റ് കാര്യങ്ങൾ, മറ്റുള്ളവർ അറിയേണ്ടതായ ചില കാര്യങ്ങൾ മനഃപൂർവ്വം ബോധപൂർവം അവർക്ക് ഗുണകരമായി തീരും എന്ന് കരുതി മറച്ചു വയ്ക്കുന്ന വ്യക്തികളല്ല നിങ്ങൾ എന്ന് തന്നെ പരാമർശിക്കാം. ഒപ്പം നിൽക്കുന്നവർക്ക് വേണ്ടി ഏതൊരു വിധത്തിലും സഹായം നൽകുന്നവരാണ്. ആദർശവും അഭിമാനവും വിട്ട് കളയുവാൻ ആഗ്രഹിക്കാത്ത, ഒപ്പം നിലനിർത്തുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ വ്യത്യാസമില്ലാതെ തന്നെ ഏതൊരു വ്യക്തിയോടാണ് എങ്കിൽ പോലും ഒരേപോലെ ഇടപഴകുവാൻ സാധിക്കുന്ന വ്യക്തിത്വങ്ങളാണ് നിങ്ങൾ എന്നതും നിങ്ങളുടെ പ്രത്യേകതയാണ്. നിങ്ങളിലേക്ക് ചില അനുഗ്രഹങ്ങൾ തന്നെ കടന്നു വരാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാണ്. നിങ്ങളെ ചുറ്റുമുള്ളവരുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും, പണമായാണ് എങ്കിലും, അറിവാണ് എങ്കിലും, സന്തോഷമാണ് എങ്കിലും ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. നിങ്ങൾ അവർക്ക് ഇത്തരത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും വേണ്ടപ്പെട്ടവർക്ക്, സ്നേഹിക്കുന്നവർക്ക് വേണ്ടി പല സംരക്ഷണവും നൽകി മുന്നോട്ട് പോകുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഏതറ്റം വരെ പോകുവാനും ജീവൻ വരെ അവർക്ക് നൽകുവാൻ താല്പര്യപ്പെടുന്ന വ്യക്തികളാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. ചില പോസിറ്റീവായ കാര്യങ്ങൾ തന്നെയാണ് ഈ സമയം നിങ്ങളിലേക്ക് കടന്നു വരാനായി പോകുന്നത് എന്ന് തന്നെ അർത്ഥമാക്കാം. നിങ്ങളുടെ ജീവിതത്തെ പല രീതിയിലും ദോഷകരമായി ബാധിക്കുന്ന കാര്യങ്ങളുണ്ട്. അത് ചില വ്യക്തികളുമായി ബന്ധപ്പെട്ടാകാം, സ്വാർത്ഥത കൊണ്ട് അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്നതുമാകാം. നിങ്ങളിൽ കുടികൊള്ളുന്നതായ നന്മകൾ പോലും തട്ടിയെടുക്കുവാൻ ശ്രമിക്കുന്ന പല വ്യക്തികളെയും കാണുവാൻ സാധിക്കുന്നു. പലപ്പോഴും നിങ്ങളുടെ നിലപാടുകളോ ആദർശങ്ങളോ ഒരിക്കലും പലർക്കും അംഗീകരിക്കുവാൻ സാധിക്കുന്നില്ല എന്നത് വാസ്തവമാണ്. അതിനാൽ തന്നെ നിങ്ങളെ തകർക്കുവാനോ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തർക്കിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ശത്രുദോഷം നിങ്ങളെ വളരെയധികം ബാധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മനസ്സിനെ വളരെയധികം വിഷമകരമായ സാഹചര്യങ്ങളിലേക്ക് തള്ളിവിടുന്ന സാഹചര്യങ്ങൾ അത്തരം സാഹചര്യത്തിലൂടെയാണ് കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നും അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാണ്. ഈ സമയം നിങ്ങളിൽ പല വിധത്തിലും സന്തോഷമോ സമാധാനമോ ലഭിക്കാത്തതായ അവസ്ഥയുണ്ട്. ഈശ്വരാനുഗ്രഹമുണ്ടോ എന്ന് പോലും തോന്നാവുന്ന സാഹചര്യത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്നതും വാസ്തവമാണ്. ഈശ്വരാധീനം നഷ്ടപ്പെട്ടു എന്ന് പോലും ചിന്തിക്കുന്നതായ സാഹചര്യം പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് തന്നെ പരാമർശിക്കാം. നിങ്ങൾ ചെയ്യുന്നതായ കാര്യങ്ങളിൽ പല വിധത്തിലും കുറ്റങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ പലരും സംസാരിക്കുന്ന സാഹചര്യം പോലും ജീവിതത്തിലുണ്ട്. അത്തരത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾ തന്നെയാണ് പലരും. സമൂഹത്തിൽ തീർച്ചയായും അത്തരത്തിൽ പല വിഷമകരമായ സാഹചര്യങ്ങളും നിങ്ങൾ നേരിടുന്നുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്.
പല വിഷമകരമായ സാഹചര്യത്തിലൂടെയും കടന്നു പോകുന്നു. മനസ്സിൽ വേദന അല്ലെങ്കിൽ പല വിധത്തിലുള്ള ഭാരങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. നന്മകൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പല വ്യക്തികളെയും നിങ്ങൾക്ക് സാധിക്കും പോലെ പലവിധ സഹായങ്ങൾ ചെയ്ത് നൽകുന്നവരാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് കഴിയാത്തതായ കാര്യങ്ങളിൽ പോലും പലപ്പോഴും പലരുടെയും സഹായം അഭ്യർത്ഥിച്ച് പോലും മറ്റുള്ളവർക്കൊപ്പം നിൽക്കാറുണ്ട് എന്നതും വാസ്തവമാണ്. സത്യത്തിൽ പല കാര്യങ്ങളും നിങ്ങൾ ഏറ്റെടുത്ത് വിജയിപ്പിച്ചിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. അത്തരമൊരു സ്വഭാവ പ്രകൃതം തന്നെയാണ് ജീവിതത്തിലുള്ളത്. ജീവിതത്തിൽ പല വിധത്തിലും റിസ്ക് പലർക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും എടുത്തിട്ടുള്ള വ്യക്തികളാകാം നിങ്ങൾ. എന്നാൽ പഴി കേൾക്കുന്നത് നിങ്ങളാണ്. നിങ്ങൾക്ക് പഴിയും അല്ലെങ്കിൽ അത്തരത്തിൽ വിഷമകരമായ സാഹചര്യങ്ങൾ പലരിൽ നിന്നും കേൾക്കേണ്ടതായ സാഹചര്യമുണ്ട്. അത്തരമൊരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. വളരെയധികം പ്രയാസങ്ങൾ, ദുരിതപൂർണമായ അവസ്ഥ നിങ്ങൾ നേരിടുന്നു എന്ന് തന്നെ പരാമർശിക്കാം. നിങ്ങളെ മനസ്സിലാക്കുന്നവർ വളരെ കുറവാണ് എന്ന ബോധ്യവും നിങ്ങൾക്കുണ്ട്. വളരെ കാലമായി അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ജീവിതത്തിൽ അനുഭവവേദ്യമാകുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ പലതും നടത്തിയിട്ടും വിജയിക്കുന്നില്ല. കഷ്ടതകളും ദുഃഖങ്ങളും ഒക്കെ പറയുമ്പോൾ തീർച്ചയായും പലരും സഹായിക്കും എന്നൊരു ചിന്ത ഉണ്ട്. സംരക്ഷണം ചിലരിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ അവർ നിങ്ങളെ കണ്ട ഭാവം പോലും നടിക്കുന്നില്ല എന്നതും വാസ്തവമാണ്. അതോർത്ത് വളരെയധികം പ്രയാസം അനുഭവിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. നിങ്ങളെക്കുറിച്ച് കൃത്യമായി പറയുകയാണ് എങ്കിൽ ധനപരമായ ഉയർച്ച പ്രതീക്ഷിക്കുന്നത് പോലെ ലഭിക്കുന്നില്ല. മാനസിക വിഷമതകൾ ഇതുമൂലം നിങ്ങളിലേക്ക് വളരെയധികം വന്നു ചേരുന്ന സാഹചര്യം പോലുമുണ്ട്. പല കാര്യങ്ങളിലും ഒതുങ്ങി നിൽക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. പലരെയും സഹായിക്കുവാൻ നിങ്ങൾ ശ്രമിച്ചിട്ടും അതിന് പലപ്പോഴും സാധിക്കാത്തതായ അവസ്ഥയുണ്ട്. ഒരുപാട് പ്രതീക്ഷകൾ പല കാര്യങ്ങളിലുമുണ്ട്. എന്നാൽ ഒരുപാട് നഷ്ടങ്ങൾ ജീവിതത്തിൽ പലപ്പോഴായി സംഭവിച്ചിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ. ഇത് പലരെയും സഹായിച്ചത് മൂലം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതുമാകാം. വളരെയധികം പ്രതീക്ഷകളോടെ ജീവിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. നിങ്ങൾ ഈശ്വരനിൽ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട്. തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹം മറ്റുള്ളവർ നടത്തിത്തരും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായത്താലാണ് എങ്കിലും നടക്കുന്നതായ സാഹചര്യമുണ്ട് എന്നും, എന്നാൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കുവാൻ താല്പര്യപ്പെടാത്ത വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. അതിനാൽ തന്നെ പല കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുന്നുണ്ട്. പല കാര്യങ്ങളിലും കഷ്ടതകൾ ഏൽക്കരുത് എന്ന് ആഗ്രഹിച്ചാലും അത് സാധിക്കാത്തതായ അവസ്ഥയുണ്ട്. എന്നാൽ ഈശ്വരാനുഗ്രഹം നിങ്ങളിലേക്ക് വന്ന് ചേരുന്ന സമയമാണ്. ഈശ്വരാനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും എന്നർത്ഥമാക്കാം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്, പ്രയാസങ്ങളോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടായ സാഹചര്യങ്ങളോ ഇല്ലാത്തവർ ഇല്ല എന്നുള്ളതാണ്. എന്നിരുന്നാലും ആ ഈശ്വരനിലുള്ള വിശ്വാസം നിങ്ങൾ ഒരിക്കലും കൈവിടാൻ പാടുള്ളതല്ല. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങൾക്കുണ്ടായാൽ പോലും അതെല്ലാം തരണം ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനും പുതിയൊരു മാർഗം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്ന സാഹചര്യമുണ്ട്. പ്രയാസപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ പല കാര്യങ്ങൾ കൊണ്ടും നിങ്ങൾക്കുണ്ട്. ജീവിത ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. ഭാഗ്യം തീർച്ചയായും നിങ്ങളിൽ വന്നു ചേരും. ഈശ്വരാധീനത്താൽ അത് നിങ്ങൾക്ക് ലഭിക്കും എന്നും, ചെറുതോ മറ്റോ ആയ ധനഭാഗ്യം നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം പോലും ജീവിതത്തിൽ ഉടലെടുക്കും എന്ന സൂചന തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. തീർച്ചയായും അതിനുള്ള അവസരങ്ങളുണ്ട്. വിശ്വാസത്തോടെ തന്നെയാണ് ഈ സമയം നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരാനുണ്ട്. ധനപരമായ പുരോഗതിയൊക്കെ അതിൽ പെടാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. കടബാധ്യതകളും വിഷമതകളും നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക. ഒത്തിരി ഈശ്വരാനുഗ്രഹം നിങ്ങളിലേക്ക് വന്നു ചേരാം. വേദനിപ്പിച്ച പല വ്യക്തികളും നിങ്ങൾക്ക് മുൻപിൽ അഭിനയിച്ച് വീണ്ടും ജീവിക്കുന്നുണ്ടാകാം, നിങ്ങൾക്കൊപ്പം നിൽക്കുന്നുണ്ടാകാം. നിരാശയോ മനസ്സിനോ ഭാരമോ ഒന്നും ഈ സമയം ആവശ്യമില്ല.
എന്താണോ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് അത് ഈശ്വരന്റെ മുന്നിലാണ് നിങ്ങൾ വച്ചിരിക്കുന്നത്. അത് തീർച്ചയായും നിങ്ങൾക്ക് നേടുവാൻ സാധിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ജോലി ഭാഗ്യം നിങ്ങളെ കാത്തിരിക്കുന്ന സാഹചര്യമുണ്ട്. സന്തോഷകരമായ അവസ്ഥകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പുതുതായ സാഹചര്യങ്ങൾ അനുകൂലമായി തീരുന്ന സാഹചര്യമുണ്ട്. വിവാഹം പോലും അനുകൂലമായി തീരുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങളെ വളരെയധികം പ്രയാസപ്പെടുത്തുന്ന വ്യക്തികളുണ്ട് എങ്കിൽ അത്തരം വ്യക്തികളിൽ നിന്നും അകലം പാലിക്കുവാൻ സാധിക്കും. അതിമനോഹരമായി ജീവിക്കുന്ന നിങ്ങൾക്ക്, അത്തരം സാഹചര്യത്തിലേക്ക് പ്രവേശിക്കുന്ന നിങ്ങൾക്ക് ഏതൊരു പ്രയാസമാണ് എങ്കിലും പ്രശ്നങ്ങളാണ് എങ്കിലും അത് തരണം ചെയ്യുവാൻ സാധിക്കും. രാപ്പകലില്ലാതെ കഠിനാധ്വാനം ചെയ്യുവാനും അത് ഫലത്തിലേക്ക് എത്തിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾക്ക് യാതൊരു കാര്യത്തിലും മടി ഉണ്ടാകണം എന്നില്ല. തീർച്ചയായും നിങ്ങളുടെ ജീവിതം പ്രതിസന്ധികൾ മാറി അനുഗ്രഹങ്ങൾ ഉണ്ടാകുവാനുള്ള ഒരു സാഹചര്യം ഉരുത്തിരിയാൻ പോവുകയാണ്.